കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ചേട്ടാ നടപടിയാവൂ? ഇപ്പൊ തന്നെ അവരെന്തായാലും തീരുമാനം ഉണ്ടാക്കും. പിന്നെ നഗരത്തിൽ വളരെ അപൂർവമാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷെ നിരവധി കാട് പിടിച്ച ഭൂമികളൊക്കെ കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള. അപ്പോൾ എന്തായാലും രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് വിഷ്ണു സുരേഷ് ഒരു കാലിച്ചായ കുടിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവിടെ അപ്പം മുതൽ നിൽക്കുകയാണ്. വിഷ്ണു പോയതിന് തൊട്ട് പിന്നാലെ നമ്മുടെ ആ പാമ്പ് പിടുത്തക്കാരൻ ചേട്ടൻ സ്നേക്ക് റെസ്ക്യൂറും വന്നതാണ്. പക്ഷെ ഒരു പിടുത്തമില്ല. കാര്യം ഈവൻ ഈ പാമ്പ് ഇങ്ങനെ മേപ്പോട്ട് കയറി പോകുന്നല്ലാതെ താഴേക്ക് ഇറങ്ങിയവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഫയർഫോഴ്സ് എത്തിയത്. ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നടപടികൾ കണക്കം വെക്കുകയാണ്. അവിടെ ആദ്യം ഒന്ന് വെള്ളം അടിച്ചിട്ട് വെള്ളം പാമ്പിന് അലർജിയാണെന്നാണ് ഫയർഫോഴ്സിലെ ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ വെള്ളം അടിക്കുമ്പോഴേക്ക് താഴേക്ക് ഇറങ്ങി വരുമെന്ന് വേണം മനസ്സിലാക്കണം. അതോ ഇപ്പം നല്ല ചൂടാണ്, ചൂടത്ത് വെള്ളം അടിക്കുമ്പോഴത്തേക്ക് അതിൽ സന്തുഷ്ടനായ പെരുമാറും അവിടെ തന്നെ തുടരുമോ എന്നുള്ള കാര്യം വെള്ളം അടിക്കുമെന്ന് നമുക്കറിയാം. എന്തായാലും ഇതൊരു അത്യാവശ്യം നല്ല ഗംഭീരനായ ഒരു പെരുമാമ്പാണ്, അല്ല മലമാമ്പാണ്. ഈ പറയുന്ന രീതിയിൽ നല്ല നീളവും നല്ല തടിയും വണ്ണവും ഒക്കെയുള്ള സാധാരണത്തിൽ നമ്മൾ കാണുന്ന പോലെയുള്ള നമ്മൾ പിടിക്കുന്നതൊക്കെ ഒരുപാട് നീളമൊക്കെ ഉള്ള പെരുമാമ്പുകളല്ല റോഡിൽ കാണുന്നു. ഇതങ്ങനല്ല, ഇത് കുറച്ച് കാണാനൊക്കെ ഉള്ള കുറച്ച് വലിയ നീളമുള്ള ഒരു പെരുമാമ്പൊക്കെയാണ്.